അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കണം എന്താ വെച്ചാൽ എരുന്ത് അല്ലെങ്കിൽ കക്ക റോസ്റ്റ് അല്ലെങ്കിൽ ഫ്രൈ. അപ്പം ഇന്നലെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിന് ഇമ്മാൻ്റെ ഫ്രണ്ട് ഉമ്മാക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണ ഒരു വീഡിയോ. അപ്പോൾ അതിൽ ഉമ്മാൻ്റെ ഫ്രണ്ട് ഉമ്മാക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ഇത്. കാണിച്ചാലേ ഉണ്ടാവും ഇത്. അപ്പം ഇതിൻ്റെ ഒരു ഈ സംഭവം എനിക്കാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം. സംഭവം എങ്ങനെ വെച്ചാൽ നമ്മൾ ഹോസ്റ്റലിലല്ലേ, ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഓളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊറിയർ അയക്കും, വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ. അപ്പം അങ്ങനെ കൊറിയർ അയക്കുമ്പോൾ അതിലുണ്ടാവും ഈ കക്ക അച്ചാർ. ഓളമ്മൻ്റെ കക്കച്ചാർ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെയാണ് എനിക്ക് ഈ കക്ക ഇഷ്ടപ്പെട്ടത്. അല്ലാതെ നമ്മളെ നാട്ടിൽ കക്ക അത്ര അവൈലബിൾ അല്ല. ഈ ഉമ്മാൻ്റെ ഫ്രണ്ട് തന്നെ ഈ എന്താ പറയുക, നമ്മളെ ബീച്ച് സൈഡൊക്കെയാണ്. ബീച്ച് സൈഡ് മീൻസ് അങ്ങനല്ല, ഓല ഏരിയയിൽ ഈ കക്ക അവൈലബിൾ ആണ്. അങ്ങനെയാണ് ചേച്ചി കൊടുത്തത്. അപ്പം എനിക്ക് മുന്നേ ഉണ്ടാക്കിയുള്ള പരിചയമൊന്നുമില്ല, പക്ഷെ ക്ലീൻ ചെയ്യാനൊക്കെ എനിക്കറിയാം കേട്ടോ ശരിക്കും. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതെടുത്തിട്ട് ക്ലീൻ ചെയ്യണ്ടേ. ഇപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അപ്പോൾ അതാ നമ്മൾ പാത്രത്തിൽ മാറ്റിയേ. നമ്മളിത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്തിന്, നല്ല സാധനം കിട്ടിയേ. നമുക്കിത് വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകി എടുക്കാം. വൃത്തിക്ക് കഴുകണം കേട്ടോ, കാരണം വെള്ളത്തിൽ കിടന്ന സാധനമല്ല. അപ്പം നല്ലപോലെ കഴുകണം, അല്ലെങ്കിൽ ഛർദിലൊക്കെ ഉണ്ടാവും. ഇത് പച്ച കുഞ്ഞിതാണ് കണ്ടോ. ഈ സാധനം കൊണ്ടൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഷെല്ലാണ്, ഷെൽ അല്ലേ. ചിലതൊക്കെ ഇങ്ങനെ പൊട്ടിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ മുത്തൊക്കെ ഉണ്ടാവും. ഇത് മുത്തല്ല, ഇത് മുത്തിൻ്റെ ഷെല്ലല്ല. ഇതിൻ്റെ ഉള്ളില് എന്താ പറയുക, കക്ക എരുന്ത് എന്നൊക്കെ ഒരു പറഞ്ഞില്ല. പക്ഷെ എനിക്ക് കക്ക എന്നുള്ള പേരിലാണ് എനിക്കറിയാം. കണ്ടോ അതന്നെ. നമുക്ക് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഇതിലുള്ള ചെളിയും കണ്ടോ, വെള്ളത്തിൻ്റെ കളറുണ്ടോ, ഒന്ന് വൃത്തി കഴുകി കൊടുക്കട്ടോ. അപ്പോൾ നമ്മളെ കക്കയൊക്കെ നല്ലോണം വാഷ് ചെയ്തോ, കഴുകി വൃത്തിയാക്കി. ഇനി നമുക്ക് എന്ത് വെച്ചാൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാൻ കഴിയൂല. ഇത് തുറക്കണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ ഇത് തുറയുള്ളൂ. അപ്പം നമുക്ക് തിളപ്പിച്ചിട്ടോ. ഓക്കെ, നമ്മൾ ഈ പാത്രത്തിലിട്ട് തിളപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ വേറെ പാത്രത്തേക്ക് മാറ്റി കൊടുത്തെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേ. ഇപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം കണ്ട ഗൈസ്, കുഞ്ഞിതായിട്ട് ഇങ്ങനെ തുറക്കണ കണ്ടോ. ഇതേപോലെ എല്ലാം ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തുറന്ന് നിൽക്കുക. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം കണ്ടോ, ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി ഒരുമാതിരി ഈ കളറായി. പിന്നെ ഏകദേശം എല്ലാ കക്ക ഇതേപോലെ തുറന്ന് കണ്ടോ. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അയ്യോ, ഈ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം കേട്ടോ. ഈ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. അപ്പം അതിന് ഇത് സാധാ വെള്ളം ഒഴിച്ച് കഴുകാം. കളർ കണ്ടോ, ഒരുമാതിരി വിചാരം വെച്ചാൽ മാതിരി കളർ, നീല കളറിലെ. ഇപ്പം ഇത് എന്തായി വെച്ചാൽ നമ്മൾ കഴുകിയെടുത്ത് വൃത്തിക്ക് കഴുകി തിളപ്പിച്ചിട്ട് കഴുകിയെടുത്ത് ഇനി നമുക്ക് അടുത്ത പണി എന്താ വെച്ചാൽ ഈ ഇപ്പം ഓരോന്നിങ്ങനെ അടർത്തി എടുത്തല്ലോ, അത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കണം. കണ്ടോ, സിമ്പിളായിട്ട് കിട്ടും. എന്നിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഇത് മാറ്റിയും വെക്കണം. അങ്ങനെ പറിച്ചെടുത്തത് മാത്രം കണ്ടോ. അതേപോലെ ഈ കക്ക ക്ലീൻ ചെയ്യണതിനൊരു രീതിയുണ്ട്. നമ്മളിതേപോലെ എടുത്തു, എന്നിട്ട് ഇങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ കാണും ഇതേപോലെ ഒരു സാധനം. അത് നമ്മൾ തിന്നു കഴിഞ്ഞാൽ ഛർദിയൊക്കെ വരും. അപ്പം നമ്മൾ കളഞ്ഞിട്ട് വേണം. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് പാത്രം മാറ്റി അത് കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ചിലവർക്ക് ഇത് പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഒന്നാമത്തെ കാര്യം കുഞ്ഞി കക്കയാണ്.
അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ചിലവർക്കൊന്നും ഇത് വയറ്റ് പിടിക്കില്ല. അതുകൊണ്ട് നമ്മളത് കളയും. വലുതിൻ്റെത് എന്തായാലും ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ. അത് വേസ്റ്റാണ് സത്യം പറഞ്ഞു. ആരെങ്കിലും വേസ്റ്റൊക്കെ തിന്നു. അപ്പം അതാണ് നമ്മളെ കക്ക നമ്മൾ ക്ലീൻ ചെയ്ത്, ഇത്രയും കക്ക ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് ഇത്രയും കക്കയാണ് ഗൈസ്. അപ്പം ഇനി ഇത് കുക്ക് ചെയ്യണം കൂടി കാണിച്ചു തരാം കേട്ടോ. നമുക്ക് എന്താണെന്ന് പറയുക, ഈ കക്ക നല്ലോണം വൃത്തിക്ക് കഴുകണം. കാരണം മണ്ണുണ്ടാവും, മണലുണ്ടാവും. അപ്പം നല്ലോണം വൃത്തിക്ക് ഇതേപോലെ കഴുകുക. ഞാൻ അതേപോലെ ആണ് കഴുകണത്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് കഴുകുകയും ചെയ്യാം, നല്ല വൃത്തിയാവുകയും ചെയ്യും. ഇനി നമുക്ക് കക്ക കുക്ക് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റ് ആക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ചട്ടി വെച്ചു. അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച കക്ക ഇട്ട് കൊടുക്കുക. ആകത്തിരി ഉള്ളൂ കേട്ടോ ഗൈസ്. പക്ഷെ നമുക്കതൊക്കെ മതി. ടേസ്റ്റ് എടുക്കാം. ഇനി ഇതിക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട. കുക്ക് ചെയ്യാൻ നേരത്ത് ഇതിക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കാരണം നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പിട്ടല്ല വേവിച്ചത്. വേവിക്കലല്ല, അത് തുറക്കാൻ വേണ്ടി നമ്മൾ വെള്ളത്തിലിട്ടില്ലേ, അത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതേപോലെ കക്കയിൽ നമ്മൾ വെള്ളം ഒഴിക്കൂല. ചിലപ്പോൾ ഓൾറെഡി വെള്ളം ഇറങ്ങുന്നുണ്ട്, കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. കറിവേപ്പിലയും കൂടി കുറച്ചിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അതിൽ വെള്ളം വറ്റണ വരെ നമുക്കിതൊന്ന് നല്ലോണം ഈ വെള്ളം വറ്റണം. ഇതിൽ നിന്ന് ഇറങ്ങിയ വെള്ളം വറ്റണം. ഇപ്പം ഇതാ ഗൈസ് നമ്മൾ കക്കയെന്നില്ല വെള്ളമൊക്കെ വറ്റി. കണ്ടോ, വെള്ളമൊന്നുമില്ല. ഇപ്പോൾ ഇത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റിയേക്കാം. ഇനി ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അത് റോസ്റ്റ് ആക്കണ്ടേ, മസാല ഉണ്ടാക്കാം. ഇനി നമുക്ക് എന്ത് വെച്ചാൽ ഇത് നമ്മൾ നേരത്തെ കക്ക വേവിച്ച ചട്ടി തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കക്കക്ക് നല്ല വെളിച്ചെണ്ണ വേണം. നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കക്ക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ തന്നെ വേണം കക്ക ഫ്രൈ ചെയ്യാൻ. വേറെ ഏത് ഓയിലുകളും യൂസ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കക്ക എന്നൊക്കെ പറഞ്ഞാൽ നാടൻ ഐറ്റല്ലേ. നമ്മൾ കക്ക റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും അപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാവരും. വെളിച്ചെണ്ണ ചൂടായോ എന്നെങ്ങനെ നോക്കുന്നറിയോ. ഒരു കുഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പം അതായിട്ടില്ല, കണ്ട ഉള്ളിക്കൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പം പൊട്ടും. അതേപോലെ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക അതിൽ തന്നെ. അതും കൂടി ഇട്ടിട്ട് ഫ്ലെയിം കുറച്ചൊക്കെ കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിട്ട ഉള്ളി ഇങ്ങനെ വഴന്നിട്ടില്ല, പക്ഷെ എന്തൊക്കെയോ ഇവിടേക്കോ ആയിരിക്കും. ആ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കട്ടോ. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മതിയേ. അതേപോലെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്യണം, കരിയാൻ സമ്മതിക്കരുത്. എല്ലാം മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന ആ സമയം നമുക്ക് ഇനി കക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതാ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച കക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കക്ക ഇതിൽ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്കിങ്ങനെ പൊട്ടണ സൗണ്ട് കേൾക്കാം. കക്ക പൊട്ടണ സൗണ്ടാണ് എന്നാണ് എൻ്റെ അറിവ്. ഇനി ഈ സമയത്താണ് നമ്മൾ ഉപ്പുണ്ടോ നോക്കേണ്ടത്. അപ്പോൾ അതാ എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളെ കക്കയും മിക്സ് ചെയ്ത് കക്ക റെഡി ആയിരുന്നു നമ്മളെ. അപ്പം ഇതെന്ന് വെച്ചാൽ കക്ക ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും കക്ക റോസ് ഇഷ്ടമുണ്ടാവും. അപ്പം വളരെ സിമ്പിളായിട്ട് മിനിമലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കക്ക റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.